ഇന്ന് പെസഹ വ്യാഴമാണ്. ഇപ്പോൾ പള്ളികളിൽ വിശുദ്ധ കുർബാനയും മറ്റ് കാൽകഴുകൽ ശുശ്രൂഷയും ഒക്കെയാണ് നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നമുക്കിപ്പം സ്നേഹമോൾ നനാൻ ചേരുന്നുണ്ട്. സ്നേഹ, ഇപ്പോൾ പള്ളികളിൽ കാൽകഴുകൽ ശുശ്രൂഷയാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? വിശ്വാസികളുടെ വലിയ ഒഴുക്ക് പള്ളികളിലേക്കുണ്ട്. തീർച്ചയായും ജയലക്ഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലാണ്. ഇവിടുത്തെ 6:00 തുടങ്ങിയ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. ഇപ്പോൾ ഈ ദിവ്യബലിയുടെ ഇടയിൽ തന്നെ ഈ കാൽകഴുകൽ ശുശ്രൂഷകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 12 പേരുടെ അല്ലെങ്കിൽ 12 ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ഈശോയുടെ തിരുവത്താഴ സ്മരണയുടെ ഓർമ്മകളിലൂടെയാണ് ഈ വിശ്വാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. 50 നോമ്പിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ വാരത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വാരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. നാളെയാണ് ദുഃഖവെള്ളി. ഇന്നലെയായിരുന്നു പെസഹ ബുധൻ. ഇതിനിടയിലുള്ള ഒരു ദിവസമാണ് പെസഹ വ്യാഴം എന്ന് പറയുന്നത്. കുരിശുപർവ്വത്തിന് മുന്നോടിയായി 12 ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷം ചുമച്ചതിന് ശേഷം എളിമപ്പെടാൻ പഠിപ്പിച്ച ഈശോയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എല്ലാ ദേവാലയങ്ങളും കാൽകഴുകൽ ശുശ്രൂഷ ഉണ്ടാവും. അതിനുശേഷം വചന ശുശ്രൂഷയുണ്ട്. അതിനുശേഷം ഈ ദിവ്യകാരുണ്യ ആരാധനയുണ്ട്. അതിനുശേഷം എല്ലാ വീടുകളിലും ഒക്കെ തന്നെ വൈകുന്നേരത്തോടു കൂടി തന്നെ പെസഹ അപ്പം കുറിക്കുന്നതിനുള്ള ക്രമങ്ങളൊക്കെ തന്നെയും നടക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും ഇതിനുശേഷം ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ വീടുകളിലും ആരംഭിക്കും. ചില ദേവാലയങ്ങളിലൊക്കെ തന്നെ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഈ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ഈ പെസഹായിക്കായിട്ടുള്ള ഈ തിരുക്കർമ്മങ്ങളൊക്കെ തന്നെയും ആചരിക്കുക. ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. നിലവിൽ എല്ലാ പള്ളികളിലും കാൽകഴുകൽ ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്നേഹ, ഈ പെസഹ വ്യാഴം വരുമ്പോൾ നമ്മളുടെ ഒക്കെ മനസ്സിലേക്ക് വരുന്നത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ ഒരു സന്ദേശം തന്നെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സ്നേഹ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീവ്ര പ്രാർത്ഥനയിലാണ് ഇന്ന് വിശ്വാസികൾ. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചതും അതിനു മുമ്പ് അവരുടെ കാൽ കഴുകിയതിന്റെയും ഒക്കെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് ഈ പെസഹ വ്യാഴം ആചരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഒരു അല്ലെങ്കിൽ ഐക്യത്തിന്റെയും ഒക്കെ ഒരു ദിവസം കൂടിയായി പെസഹ വ്യാഴത്തെ കാണണം. വിശ്വാസികളൊക്കെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പള്ളികളിലേക്ക് എത്തുന്നതും, അല്ലെ സ്നേഹ? തീർച്ചയായും ജയലക്ഷ്മി, അതായത് ഒത്തിക്കൊടുക്കപ്പെടും എന്നറിഞ്ഞിട്ടും 12 ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ ചുമച്ച ശേഷം ലോകത്തോട് എളിമപ്പെടാനും അതുപോലെ തന്നെ ഈ സമാധാനത്തോടും സഹോദരത്തോടും കൂടി മറ്റുള്ളവരോട് ജീവിക്കാനും ആഹ്വാനം ചെയ്ത യേശുക്രിസ്തുവിന്റെ ഓർമ്മയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. കാലത്തിൽ വെള്ളമെടുത്ത ശേഷം വെൺകച്ച അരയിൽ ചുറ്റിയ ശേഷമാണ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ വേണ്ടി ഈശോ എത്തിയിരിക്കുന്നത്. ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ച് തീവ്രമായ പ്രാർത്ഥനകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യബലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പള്ളികളിലൊക്കെ വിപുലമായ ചടങ്ങുകളാണ് നടക്കുന്നത്. കാൽകഴുകൽ ശുശ്രൂഷയാണ് ഇപ്പോഴുള്ളത്.